വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കേരള കത്തോലിക്ക സഭയിലെ ആലുവ പൊന്തിഫിക്കൽ സെമിനാരിയിലെ ദൈവശാസ്ത്ര അധ്യാപകൻ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടൂളച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രാർത്ഥനയുടെ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചു. മതബോധന ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗമാണ് പ്രാർത്ഥന. എങ്ങനെയാണ് പ്രാർത്ഥന എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ചെറിയ വിശദീകരണം കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു. നമ്മളതിൽ നിന്ന് ബൈബിളിലേക്ക് കടന്ന് ആദവും ഹവ്വയുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ വരുന്ന ക്യാരക്ടേഴ്സിലെ നോഹയുടെ പ്രാർത്ഥന അതിൽ ഒന്ന് വിശദീകരിക്കാനുള്ളത്. നോഹ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് പേടകം നിർമ്മിക്കുന്നു. അതെല്ലാം പ്രാർത്ഥനയുടെ ഒരു ഭാഗമല്ലേ? അതൊന്ന് വിശദീകരിക്കാം. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറയുകയുണ്ടായി, അത് ഏതെങ്കിലും ഒരു നിർവചനത്തിൽ ഒതുക്കാവുന്നതല്ല, അതിന് വ്യത്യസ്തങ്ങളായ വശങ്ങളുണ്ട്, അതുപോലെ വളരെ സങ്കീർണതയുള്ള ഒരു വിഷയമാണ്, ഇത് അനുഭവപ്രദമാണ് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പ്രാർത്ഥനയെ സമീപിക്കുന്ന നമ്മുടെ പ്രേക്ഷകർ കേൾക്കുന്നവരും മനസ്സിലാക്കണം, സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചില രീതികളിലല്ല ഇന്ന് സാർവത്രിക മതബോധനം നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മനസ്സിൽ നിൽക്കുന്നുണ്ടാവുക 4 പ്രാർത്ഥനയാണ്: ആരാധന, നന്ദി, മാപ്പപേക്ഷ, യാചന. അതാണ് പ്രാർത്ഥന എന്നുള്ളൊരു ചെറിയ ഒരു പരിമിതിയിലാണ് പലരും പ്രാർത്ഥനയെക്കുറിച്ച് കാണുന്നത്. അത് തന്നെയല്ല നമ്മുടെ ആളുകൾക്ക് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പ്രാർത്ഥന പുസ്തകം ഉണ്ടല്ലോ, പുസ്തകം ചൊല്ലുക എന്നുള്ളതാണ്, അതിലുള്ള പ്രാർത്ഥനകളാണ് പ്രാർത്ഥന എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ളൊരു ഡയമെൻഷനിലാണ് പ്രാർത്ഥനയെക്കുറിച്ച് സഭ വിഭാവനം ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ അത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരുപക്ഷെ നമ്മുടെ ഈ എപ്പിസോഡ് കേട്ടപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവും, ആദവും ഹവ്വയൊക്കെ പ്രാർത്ഥിച്ചോ? ഇപ്പോൾ സാറ് എന്നോട് ചോദിച്ചു, ആദവും ഹവ്വയും പ്രാർത്ഥിച്ചു, അപ്പോൾ അവരെന്ത് പ്രാർത്ഥന നടത്തിയത് അങ്ങനെ എന്നൊക്കെ. പക്ഷേ പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യനെ തേടിയിറങ്ങുന്ന ദൈവവും ദൈവത്തെ തേടിയിറങ്ങുന്ന മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനിർവചനീയമായ അനുഭവത്തിൻ്റെ തലമാണെങ്കിൽ ആ അർത്ഥത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും കണ്ടാൽ മാത്രമാണ് പ്രാർത്ഥനയെ ഏതാനും അനുഷ്ഠാനങ്ങളിലേക്ക് ചുരുക്കാതെ അത് ഒരു വ്യക്തിബന്ധത്തിൻ്റെ ആഴമായ അനുഭവമായിട്ട് മാറുകയുള്ളൂ. അങ്ങനെയാണ് വിശുദ്ധരായ ആളുകളെല്ലാം കണ്ടിട്ടുള്ളതും. അതുകൊണ്ടാണ് നമ്മൾ കൊച്ചുറേസിയെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വേണം നമ്മുടെ ഈ പ്രാർത്ഥന. അപ്പോഴാണ് ഈ നോഹയുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു വില വരുന്നത്. അല്ലെങ്കിൽ ആദം ഹവ്വയും കൂടിയുടെ ആ പ്രാർത്ഥനയിൽ നമ്മൾ പറഞ്ഞു, ദൈവം ആദത്തെ ഒരു പങ്കാളിയായിട്ട് തന്നെ കണ്ടു, മറ്റുള്ളവർക്ക് പേര് കൊടുക്കാൻ. അത് കഴിഞ്ഞ് അവൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് അവൻ ഒരു ആളെ സൃഷ്ടിക്കുന്നു, സ്ത്രീയെ സൃഷ്ടിക്കുന്നു. അതിലൂടെയൊക്കെ കാണുന്നത് അവനെ ഒരു വെറുതെ അടിമയായിട്ടോ അങ്ങനെയൊന്നുമല്ല കാണുന്നത്. ദൈവം അവൻ്റെ ഒരു വലിയ അവൻ്റെ സൃഷ്ടി പ്രക്രിയയിൽ തന്നെ ഒരു റോള് കൊടുത്തുകൊണ്ടാണ് അവിടെ സ്വന്തം സാദൃശ്യത്തിലും കൊടുത്തുകൊണ്ട് ചെയ്യുന്ന പ്രക്രിയയിൽ മനുഷ്യനെ ഒരു പ്രത്യേകമായ റോള് പോലും. അപ്പോൾ ഇതുപോലെ നോഹയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെയാണ് കാണുക. നോഹയിലെ നമ്മൾ അധ്യായം 5 ആദം മുതൽ നോഹ വരെ 5-ാമത്തെ അധ്യായത്തിൽ നോഹ വരെ എത്തുന്ന ഒരു കാര്യം പറയാം. എന്നിട്ട് 6, 7 ഒക്കെ 8 അധ്യായങ്ങളിൽ 9-ലൊക്കെയാണ് കൂടുതലും നോഹയെക്കുറിച്ചുള്ള പ്രതിപാദ്യങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലുള്ളത്. അപ്പോൾ ആ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണും ലോകത്തിൽ തിന്മ വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം നോഹയോട് അരുൾ ചെയ്യുകയാണ്, എന്ത്? ഞാൻ ഇപ്പോഴുള്ള ഈ ലോകത്തെ ഈ അവസ്ഥയെ നശിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ നശിപ്പിക്കാൻ പോകുന്ന കാര്യത്തെ മുൻകൂട്ടി ദൈവം നോഹയോട് പറയുകയാണ്, ചെയ്യാൻ പോകുന്ന കാര്യത്തെ. അപ്പോൾ അവർ തമ്മിലുള്ള വ്യക്തിബന്ധത്തെ എത്രമാത്രം ദൈവം മനുഷ്യനെ കരുതുന്നു. അതുകൊണ്ട് ഒരു കാര്യം, ശരിക്കും ഒരു കോ വർക്കർ, എന്നാലും നമ്മളൊരു പാർട്ടിസിപ്പൻറ്റ്, ഒരു പങ്കാളി എന്നാണ് ഞാൻ പറഞ്ഞത്, ഒരു പങ്കുകാരനാക്കുകയാണ് ചെയ്തത്. സൃഷ്ടികർമ്മത്തിലെ ആദ്യത്തോട് നീ അതിൻ്റെ പേര് കണ്ടു. ഇവിടെ അതിനേക്കാൾ കൂടുതലായിട്ട് നോഹ ഒരു പെട്ടകം പണിയണമെന്നും എല്ലാ ജീവജാലങ്ങളുടെയും ഒരു സ്പീഷ്യസിനെ, ഒരു തരത്തെ സൂക്ഷിക്കണമെന്നും എന്നിട്ട് ഈ ജനതയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നതിലെ വാസ്തവത്തിൽ അവർ തമ്മിലുള്ള സംസർഗത്തിൽ കുറേ കൂടി ഒരു സഹപ്രവർത്തകനായിട്ട് പോലും
ദൈവം മനുഷ്യനെ കാണുന്നു. അപ്പോൾ ദൈവം ഒരു സഹപ്രവർത്തകനുമായിട്ടുള്ള സല്ലാപത്തിലേക്ക് പ്രാർത്ഥനയുടെ ആ ഒരർത്ഥം തലങ്ങൾ ഉയരുന്നതായിട്ട് ആഴപ്പെടുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ദൈവം നോഹയോട് അരുൾ ചെയ്ത 6-ാമത്തെ അധ്യായവും 7-ാം അധ്യായവും ഒക്കെ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് ശരിക്ക് ധ്യാനിക്കുമ്പോൾ നമ്മൾ ഈ ബൈബിൾ ഭാഗങ്ങൾ അതിലൂടെ കടന്നു പോകണം. അത് കഴിഞ്ഞ് പ്രളയമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഉടമ്പടിയിലേക്ക് കിടക്കുന്നുണ്ട് നോഹയുമായിട്ട്. നല്ലൊരു ഉടമ്പടി. അപ്പോൾ ഈ ഉടമ്പടി ഉണ്ടാക്കുന്ന ആരാ? അങ്ങനെ ഒരു വക്കീൽ എന്ന രീതിയിൽ അങ്ങ് അണ്ടവാനം കോൺട്രാക്ട്സ് ഇല്ലേ, ഉടമ്പടിയിൽ ചേരുമ്പോൾ എന്താ അർത്ഥം? രണ്ടുപേർക്കും ഉത്തരവാദിത്വമുണ്ട്. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ വേറൊരു രാജ്യത്ത് പോയിട്ട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചു എന്നൊക്കെ പറയാറില്ല. അല്ലെങ്കിൽ നമ്മുടെ വിദേശ മന്ത്രി അല്ലെങ്കിൽ അവരിവിടെ വന്നിട്ട് 10 കാര്യങ്ങളിൽ ഒപ്പുവെക്കുന്നു, എന്നിട്ട് സംയുക്ത പ്രസ്താവന നടത്തി. അപ്പോൾ ഈ ഉടമ്പടിയിൽ പങ്കുകാരനാകാൻ ഒരാളുമായിട്ട് നമ്മൾ ഉടമ്പടിയിൽ ഏർപ്പെടണമെങ്കിൽ ആ ആളെ നമ്മൾ കുറേ കൂടി എസ്റ്റീം ചെയ്യണം. ഇപ്പോൾ ബിസിനസ് കോൺട്രാക്ട്സിലൊക്കെ അത് തന്നെയല്ലേ നടക്കണേ? ഒരു ഫേം വേറൊരു ചെറിയ ഫേമിനെ അല്ലെങ്കിൽ ഒരു തുല്യമായ പാർട്ട്ണറെ കണ്ട് അവരുമായിട്ട് ചില ഉപാധികൾ വെച്ച്, അപ്പം അതുപോലെ ദൈവം നോഹയെ ഏകദേശം ഒരു വലിയ ഉടമ്പടിയിലേക്ക് ഏർപ്പെടുന്നിട്ട് പറയാണ്, ഇനി ഈ ലോകത്തെ ഞാൻ നശിപ്പിക്കുകയില്ല, മഴവില്ല് അതിന് ഒരു മാതൃകയായിരിക്കും. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ചരിത്രപരമായിട്ട് ഇങ്ങനെ നടന്ന എന്നതിനേക്കാൾ കൂടുതൽ അത് ആദിമ കാലഘട്ടത്തിലെ പുരാതന മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ അങ്ങനെയുള്ള ഒരു അനുഭവമായിട്ടാണ് ദൈവത്തെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അപ്പം നോഹയുടെ കാലഘട്ടത്തിലെ ആദത്തേക്കാളും അവയേക്കാൾ കൂടുതൽ ഒരു പടി കൂടി മുന്നോട്ട് പോകുന്ന ഒരു അനുഭവം. പിന്നെ ആദവും ഹവ്വയുടെ കാര്യത്തിൽ നമ്മൾ കാണുന്നത് വാസ്തവത്തിൽ അവരോട് അങ്ങനെ വളരെ ഒരു ആദത്തെ പ്രത്യേകമായിട്ട് കാണുകയും ഒക്കെ പറഞ്ഞു, കൽപ്പനയും കൊടുത്തിരുന്നു. പക്ഷെ പിന്നീട് തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം ഇവരെ ഉലാത്താൻ പോയപ്പോൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവര് സ്വയം മറയുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് അവരെ തെറ്റ് ചെയ്ത ഒരു ബോധം അവർക്കുണ്ട്. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു ഡൈമെൻഷൻ വാസ്തവത്തിൽ അവിടെ തന്നെയുണ്ട്. പ്രാർത്ഥനയിൽ അവർക്ക് ദൈവത്തിൻ്റെ അടുത്ത് വരാൻ പറ്റാത്ത ഒരു അയോഗ്യത തോന്നുമ്പോൾ ആ അയോഗ്യത കൊണ്ട് നമ്മൾ പിൻവലിയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അപ്പോഴാണ് ദൈവം അവനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കാതെ വീണ്ടും ചില പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില ശിക്ഷകളൊക്കെ അവരുടെ ഈ സൃഷ്ടിയിലുള്ളത് അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവനെ രക്ഷിക്കാൻ തന്നെയാണ് ദൈവം അവിടെ വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് നോഹയും വരുന്നത്. അപ്പോൾ നോഹയിൽ ഇതുപോലെ പാപം പെരുകി. പണ്ട് 2 പേരിൽ നിന്നിരുന്ന പാപം പ്രപഞ്ചം മുഴുവൻ പെരുകി. അതുകൊണ്ട് ഇനി അത് വേറെ രക്ഷയില്ല, അതുകൊണ്ടൊരു പ്രളയം, ആ പ്രളയത്തിന് ശേഷം ഇനി ഞാൻ പ്രളയം നടത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോഹയെ അതിൻ്റെ ഒരു നേതാവായിട്ട് ആ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാക്കി നിർത്തി അതൊരു സഹപ്രവർത്തകനെ പോലെ കണ്ട് അതുമായിട്ട് അതിനുശേഷം ആ സഹപ്രവർത്തനത്തിൻ്റെ ഉടമ്പടിയിലേക്ക് നീങ്ങുന്ന. അപ്പോൾ നമുക്കും നമ്മുടെ പ്രാർത്ഥനാനുഭവം എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയുടെ അനുഭവമായിരിക്കണം. ദൈവമേ, നീ എന്നോട് എന്തെന്നില്ലാത്ത സ്നേഹവും കരുതലും, ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ ചോദിക്കാതിരുന്നപ്പോൾ തന്നെ എനിക്ക് തന്നെ അറിയാതിരുന്ന കാര്യങ്ങൾ നീ എനിക്ക് വേണ്ടി കണ്ടെത്തി ഓരോ കാര്യങ്ങൾ ചെയ്ത് എന്നെ പരിപാലിച്ചു കൊണ്ടുപോകുന്ന ആ ഉടമ്പടിയിലെ ഒരു എന്നും വിശ്വസ്തനായ ദൈവത്തിൻ്റെ ആ ആളോട് ഉടമ്പടിയുടെ ഉടമസ്ഥനോടുള്ള നമ്മുടെ ഒരു വലിയ സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ മാറണമെന്നാണ് വാസ്തവത്തിൽ ഈ നോഹയുടെ പ്രാർത്ഥന. ഈ നോഹയുടെ പ്രവർത്തനങ്ങളാണ് നോഹയുടെ പ്രാർത്ഥനയായിട്ട് അല്ലേ ദൈവം കൽപ്പിച്ചതൊക്കെ നോഹ ചെയ്യുന്നുണ്ട്. അത് നോഹയുടെ ഭാഗത്തുള്ള പ്രാർത്ഥനയുടെ ഒരു തീർച്ചയായിട്ടും സാറപ്പോൾ പറഞ്ഞത് തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നത് തന്നെ പ്രാർത്ഥന. നമ്മുടെ ആളുകൾ പറയുന്നത് അതാണല്ലോ, നിങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് വെറും വാക്കുകൊണ്ടുള്ള ഒരു അധര വ്യായാമം അല്ല, നാവ് കൊണ്ടുള്ള അധര വ്യായാമമല്ല, അതൊരു ജീവിതഗന്ധിയായ ജീവിതത്തിൻ്റെ ദൈനംദിന നിമിഷങ്ങളിൽ അത് ചെന്ന് പ്രാവർത്തികമായി തീരേണ്ട ഒരു അനുഭവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ നോഹയ്ക്ക് ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് അബ്രഹാത്തിനെയാണ്. അബ്രഹാമാണ് വിശ്വാസികളുടെ പിതാവായിട്ട് സഭ അവതരിപ്പിക്കുന്നത്. അബ്രഹാത്തിന് മുമ്പ് അങ്ങനൊരു പ്രാർത്ഥിക്കാനായിട്ട് വേറൊരു റോൾ മോഡൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇല്ല. അബ്രഹാത്തിനെ വിളിച്ച് അബ്രഹാം വേറൊരാൾക്ക് അവ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാനായിട്ട് ആളില്ല. ആ സമയത്താണ് അബ്രഹാത്തിനെ വിളിക്കുന്നത്.
അബ്രാഹത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ അബ്രാഹാം വളരെയധികം അധ്യായങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അബ്രാഹാം ലോത്തും 13 അധ്യായത്തിൽ തുടങ്ങി ഏതാനും അധ്യായങ്ങൾ മുഴുവൻ ഈ അബ്രാഹത്തിൻ്റെ വിവരണത്തെക്കുറിച്ച്, വിശ്വാസികളുടെ പിതാവിനെക്കുറിച്ച് വിവരിക്കാനായിട്ട് ഈ ഉൽപ്പത്തിയുടെ ഗ്രന്ഥം ഉപയോഗിക്കുന്നു. അതിൽ നമ്മൾ കാണുന്നത് ഭയങ്കര രസമാണ്. ഈ അബ്രാഹത്തെ ഉള്ള വിളി ആദ്യം അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് 12-ാമത്തെ അധ്യായത്തിൽ തന്നെയുണ്ട്, കർത്താവ് അബ്രാഹാമിനോട് അരുളി ചെയ്തു. അവിടെ തന്നെ വലിയൊരു അനുഗ്രഹ വർഷമാണ് കൊടുക്കുന്നത്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഉണ്ടോ, അത്രമാത്രം തന്നെ ഒരു പ്രതിനിധിയായിട്ട് പോലും അബ്രാഹത്തെ കാണുകയാണ്. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് മഹത്തരമാക്കും, നിന്നിൽ നിന്ന് വലിയൊരു ജനതയുണ്ടാവും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിട്ടു. പക്ഷെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണുന്നത്, അപ്പോൾ അബ്രാഹാം അതൊക്കെ കേട്ടു. അങ്ങനെ അവൻ അതിന് ശേഷം ഈജിപ്തിലേക്ക് പോയി. അവിടെ താമസിക്കാൻ ഉള്ള കാരണം ആ ഒരു ക്ഷാമം ഉണ്ടായതുകൊണ്ടാണ് അവൻ ഈജിപ്തിലേക്ക് പോയി. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവൾ വേറെ കുറേ കാര്യമുണ്ട്. സാറോട് പറയുന്നുണ്ട്, നീയെ എൻ്റെ ഭാര്യ എന്ന് പറയണ്ട, കാരണം അവർ പിന്നെ നിന്നെ അവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കും, നീ വളരെ സുന്ദരിയാണ്, എനിക്ക് നഷ്ടപ്പെടും, അതുകൊണ്ട് നീ സഹോദരിയാണെന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ വേണമെങ്കിൽ കെട്ടിച്ചു കൊടുക്കാമല്ലോ. അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലുള്ള കുറേ വേറെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ആൾ കാനാൻ ദേശത്തേക്ക് അബ്രാഹാം പിന്നീട് താമസമാക്കുന്നു 13-ാം അധ്യായത്തിൽ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ പ്രതിജ്ഞ പുതുക്കുന്നുണ്ട്. നീ പോയിട്ട് അവിടെ കാനാൻ ദേശം നടുകയും വളരുകയും നടന്നോ, കിട്ടാവുന്ന ഭൂമി മുഴുവൻ എടുത്തോ, ഞാൻ നിനക്ക് വലിയൊരു സന്താന പരമ്പര നിന്നിൽ നിന്നുണ്ടാകും എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴും അബ്രാഹാം പ്രത്യേകിച്ച് ഒന്നും ദൈവത്തോട് അങ്ങോട്ട് കട്ടിക്കയറി ഒന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുവാണ്, ഈ 15-ാമത്തെ അധ്യായത്തിലേക്കും ഒക്കെ എത്താൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ കാണുന്നത് എന്താണ്, അബ്രാഹാം തന്നെ ദൈവത്തോട് സംസാരിക്കാനുള്ള ഒരു ആർജവം കാണിക്കുന്നുണ്ട്. കാരണം കർത്താവ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അബ്രാഹത്തിനോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ വലിയ ആളാക്കും, ഒരുപാട് പൂഴിത്തരികൾ പോലെ ജനം ഉണ്ടാവും. അപ്പോൾ അബ്രാഹാം പറയുവാണ്, 15-ാമത്തെ അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ അബ്രാഹാം ചോദിച്ചു, കർത്താവായ ദൈവമേ, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? നീ വലിയ വലിയ സാധനങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനുള്ളൊരു വഴിയൊന്നും ഞാനിവിടെ ഒന്നും നടക്കുന്നതായിട്ട് കാണുന്നില്ല, എനിക്ക് പ്രായം കൂടി വരുവാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ ഒരു പുതിയ പാത തുറക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ദൈവത്തോട് നമുക്ക് ചോദ്യങ്ങളും ചോദിക്കാം, ദൈവത്തോട് തർക്കിക്കാം. അതായത് എൻ്റെ സന്ദേഹങ്ങൾ ദൈവത്തെ അറിയിക്കുക, അത് പ്രാർത്ഥനയാണ്. അപ്പോൾ എനിക്കത് വളരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ അനുഭവമുള്ളവന്. ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഒരു അച്ഛനായാൽ നമ്മളെ വിളിച്ചതായിട്ട് നമ്മൾക്ക് അനുഭവപ്പെട്ടാണ് നമ്മൾ വന്നത്. പക്ഷേ സെമിനാരിയിൽ കയറി ഇടയ്ക്കൊക്കെ പല പ്രശ്നങ്ങളുണ്ടാവുക, അച്ഛനായിട്ട് തന്നെ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുക, അങ്ങനെയൊക്കെ കടന്നു കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒറ്റപ്പെട്ട പോലെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തോട് തന്നെ ചോദിച്ചു, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നേ, ഇതുവരെ ഒരു ചുക്കും അതുപോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ, എന്നെ ഒന്നും കാണാനില്ലോ ഈ വഴിക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ ചില ചോദ്യങ്ങൾ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു. അപ്പോൾ നമ്മൾ ഒരു ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് പോലും പ്രാർത്ഥനയിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കണം എന്ന് പറയണം. കാരണം നമ്മൾ പലപ്പോഴും എന്താ ഉണ്ടാവണേ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദൈവത്തെ ശപിക്കുകയാണ്. ശപിക്കുന്നതിന് പകരം സ്നേഹത്തിൽ നിന്ന്, ആ സ്നേഹം കൊണ്ട് ഇതിനൊരു വിശദീകരണം തരണമേ എന്ന്, അത് നമ്മൾ യോബിൻ്റെ പുസ്തകത്തിലൊക്കെ കാണുന്നത്. ആ രീതിയിലെ ഒരു ഡൈമെൻഷൻ, ഒരു കുഞ്ഞിൻ്റെ ശാഠ്യഭാവം തീർച്ചയായിട്ടും സാറ് നന്നായിട്ട് പറഞ്ഞു. ഒരു കുഞ്ഞിൻ്റെ ശാഠ്യഭാവത്തോടു കൂടെ, നിഷ്കളങ്കതയോടുകൂടെ. സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടിട്ടേ ചില കുട്ടികൾ, ഇത് കിട്ടിയാലേ ഞാൻ പോകുള്ളൂ, ടീച്ചർ ഇത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് കിട്ടിയാലേ ഞാൻ സ്കൂളിൽ പോകുള്ളൂ എന്ന് പറഞ്ഞുള്ള ഒരു ഷാട്ടിങ് കാണിക്കും. അത് ചെയ്തു കൊടുക്കും. അതെ, കാരണം ആ സാധനത്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് അവൻ സ്കൂളിൽ പോവുക എന്നുള്ളത്. അതുകൊണ്ട് അപ്പം അങ്ങനെ കാണിക്കുന്ന പോലെ. അത് കഴിഞ്ഞ് ഈ ചോദ്യം ചോദിക്കുക മാത്രമല്ല, കുറച്ചുകൂടി നമ്മൾ 17-ാമത്തെ അധ്യായത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുകയാണ്, ഈ ദൈവം വീണ്ടും പറയുന്നുണ്ട്, നിന്റെ സാറായിൽ നിന്ന് തന്നെ ഒരു കുട്ടി ഉണ്ടാവും എന്നൊക്കെയാണ് ഈ പറയണത്. അപ്പം അതിനു മുമ്പ് സാറയ്ക്ക് തന്നെ വിഷമം തോന്നിയിട്ട്, എടാ എന്നെ കൊണ്ട് സാധിക്കൂല, അതുകൊണ്ട് നമ്മുടെ ദാസി ഹാഗാർ, നീ അവളുമായിട്ട് ഒരു കുഞ്ഞുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഹാഗാറിൽ കുഞ്ഞുണ്ടാകുന്നുണ്ട്.
എന്നിട്ട് പിന്നീട് ഹാഗാറിനെ, അപ്പോൾ ഇവൾക്ക് സാറയ്ക്ക് വിഷമം വന്നു, അവർ തമ്മിൽ, കാരണം ഹാഗാറും സാറയും തമ്മിൽ ചെറിയ കടിപിടിയായി. അപ്പോൾ അബ്രഹാം പറയുന്നുണ്ട്, അവൾ നിൻ്റെ നീ യജമാനത്തിയാണ്, അപ്പോൾ അതുകൊണ്ട് അവളോട് നിനക്ക് എന്താ വേണമെങ്കിലും പറയാം. അതൊക്കെ പറഞ്ഞപ്പോൾ അവൾ പോകുന്നു, അവളും അവളുടെ കുട്ടിയായിട്ട് ഇസ്മായിലുമായിട്ട് പോകുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഫ്ലാറ്റിൽ വേറെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയൊക്കെ ഉണ്ടായി. പക്ഷേ വീണ്ടും കർത്താവ് പറയാണ്, സാറായോടും പറയുന്നുണ്ട്, അബ്രാഹത്തോടും പറയുന്നുണ്ട്, നിനക്ക് നിൻ്റെ സാറായിൽ തന്നെ ഒരു കുട്ടി ഉണ്ടാവും എന്ന് പറയുമ്പോൾ 17-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവൾ ജനതകളുടെ മാതാവാകും, ആര് സാറ എന്നുകൂടി പറയണം. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അബ്രാഹം കമിഴ്ന്ന് വീണ് ചിരിച്ചു. എന്നിട്ട് ആത്മഗതം ചെയ്തു, 100 വയസ്സ് തികഞ്ഞവനെ കുഞ്ഞ് ജനിക്കുമോ. അപ്പോൾ നമുക്ക് അതിൽ എനിക്ക് പ്രാർത്ഥനയുടെ വളരെ ഒരു വലിയ സ്വാതന്ത്ര്യമാണ് എനിക്ക് തോന്നുന്നത്. ചോദ്യങ്ങൾ ചോദിച്ച് സന്ദേഹങ്ങൾ അവതരിപ്പിക്കുക മാത്രമല്ല, എന്ത് പൊട്ടത്തരാടാ നീ പറയണത് എന്ന് ദൈവത്തോട് പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു അദമ്യമായ സ്നേഹബന്ധം, അതുപോലും ഒരു സർക്കാസ്റ്റിക്കായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, അത് ഹാസ്യമാണ് ശരിക്കും അബ്രാം. ഇതുകൊണ്ടൊന്നും അബ്രാഹം നമുക്ക് പഠിച്ചു തീർക്കാവുന്ന ആളല്ല. അബ്രാഹവും ദൈവവുമായിട്ടുള്ള ബന്ധവും ദൈവവും അബ്രാഹവുമായിട്ടുള്ള ബന്ധവും കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ വിശ്വാസത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ കൂടുതൽ പറയാറുണ്ട്. എന്നിട്ട് അവസാനം പുത്രനുണ്ടായി. ഈ പുത്രനുണ്ടായിട്ട് ആ പുത്രനെ പിന്നെ കൊല്ലണം എന്ന് പറയുവാണ്. അതായത് ദൈവം അബ്രാഹത്തിന്റെ ഒപ്പം നടക്കണ്ടെങ്കിലും ഓരോ നിമിഷത്തിലും പറഞ്ഞ പോലെ നല്ല എന്ന് ഫീൽ ചെയ്യുന്ന ഒരു അനുഭവം. അപ്പൊ അതാണ് നമ്മുടെ പ്രാർത്ഥനാനുഭവത്തിൽ ഉണ്ടാകുന്നത്. നമ്മൾ ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്നുണ്ട് എന്നുള്ളൊരു പ്രാർത്ഥനയിൽ സന്തോഷവും അനുഭൂതിയൊക്കെ നമുക്ക് ഇടയ്ക്കുണ്ടാവും. ഇടയ്ക്ക് ഭയങ്കര വിരസതയാണ്. ദൈവം എന്നെ കൈവിട്ടുമെന്ന് തോന്നുന്നു. കൈവിട്ടു ഞാൻ പ്രാർത്ഥിച്ചിട്ട് മദർ തെരേസ അത് പറയുന്നുണ്ടല്ലോ. അതെ, എനിക്ക് ദൈവം ഉണ്ടോ എന്ന് തന്നെ സംശയമായി തുടങ്ങി. കാരണം എന്നെ വിളിച്ചത് വരെ, ലൊറേറ്റോ കോൺവെന്റിൽ നിന്ന് വിളിച്ചത് വരെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ദൈവാനുഭവം ഉണ്ടാകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പരിപാടി തുടങ്ങിയ ശേഷം ഐ ഹാവ് നെവർ എക്സ്പീരിയൻസ്ഡ് ഗോഡ് എന്ന് പുള്ളി പറയാണ്. 19 കൊല്ലം. അപ്പോൾ ആൾ എന്നിട്ട് ഒരു പിശാചിനെ ഒഴിപ്പിക്കാൻ ഒരാളെ വിടണമെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് എഴുതുന്നുണ്ട്, വിശുദ്ധനായ ജോൺ പോൾ. അപ്പോൾ ഇത്രയൊക്കെ വരുന്ന ഒരു അനുഭവം പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണെന്നാണ് നമ്മുടെ ഈ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അത് ശരിക്കും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുക. അതായത് ദൈവം എൻ്റെ കൂടെ ഇല്ല, അതായത് താൻ നൽകിയ കുട്ടി അവനിൽ നിന്ന് വലിയൊരു സന്തതി ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ആ സന്തതിയാണ് കൊല്ലാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ് അവന്റെ ചിന്തകൾ എന്നുള്ള ഒരു സറണ്ടർ വന്ന സംഗതി ക്ലിയർ ആയി. ഒരേ സമയമുണ്ട്. അതിനെക്കുറിച്ച് വാസ്തവത്തിൽ സോറൻ കീർക്കഗാർഡ്, ഡെറീഡ എന്നൊക്കെ പറയുന്ന വലിയ തത്വശാസ്ത്രജ്ഞര് ഇതിനെക്കുറിച്ച് അബ്രാഹാമിനുണ്ടായ പരീക്ഷണത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച് എഴുതുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഈ എപ്പിസോഡിൽ അത് പറയാനായിട്ട് ഉള്ള സമയം ഉണ്ടാകില്ല. അതായത് അബ്രാഹാം നമ്മുടെ വിശ്വാസികളുടെ പിതാവ്. വിശ്വാസത്തിൻ്റെ ഏറ്റവും അനിഷേധ്യമായ ഘടകമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിലാണ് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് വേറൊരു എപ്പിസോഡിൽ അബ്രാഹത്തിൻ്റെ ഈ കുറേ കൂടി ബലിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അബ്രാഹത്തിൻ്റെ പ്രതിസന്ധി, ആ പ്രതിസന്ധിയിൽ ദൈവം ഇടപെടുന്നത്, അബ്രാഹാം അതിനെ അതിജീവിക്കുന്നതിനെ കുറിച്ച് നമുക്ക് വേറൊരു പ്രതിസന്ധിയിൽ പറയാം. താൽക്കാലികമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്, അബ്രാഹത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് കേവലം ആദത്തോടോ ഹവയോടോ നടത്തിയതുപോലെ ഒരു പങ്കാളിത്തത്തിനേക്കാളൊക്കെ അപ്പുറത്ത് തൻ്റെ നോഹയിലൊരു രക്ഷാകര പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരു ഉപകരണമാക്കി തീർക്കാനുള്ള ഒരു കാര്യം കൂടി അവർ തമ്മിലുള്ള പ്രാർത്ഥനാ ബന്ധത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടിയിലേക്കൊക്കെ എത്തുന്ന ഒരിതുണ്ട്. അതിനേക്കാൾ 2 പടി കൂടുതൽ ഒരു സൗഹൃദത്തിൻ്റെ അനുഭവമാണ് പ്രാർത്ഥന എന്നാണ് അബ്രാഹാം കാണിച്ചു തരുന്നത്. കാരണം അബ്രാഹാം ചെറിയ ചെറിയ ചോദ്യം ചെയ്യലുകളിലേക്കും ചില പരിഹാസ പ്രകടനങ്ങളിലേക്കും അതൊക്കെ നടത്തണമെങ്കിൽ ഏറ്റവും സ്നേഹം ആഴപ്പെടുന്ന മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യാൻ ഒരിക്കലും ധൈര്യപ്പെടില്ല, ഒരിക്കലും പരിഹസിക്കുകയില്ല. അത്രയും ഒരു മണ്ഡലത്തിലേക്ക് അവരുടെ ആ പ്രാർത്ഥനാനുഭവം കണ്ടുമുട്ടൽ അനുഭവം, സംസർഗത്തിൻ്റെ അനുഭവം വളർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പ്രാർത്ഥനയെക്കുറിച്ചുള്ള അടുത്ത വിശദീകരണങ്ങൾ അടുത്ത എപ്പിസോഡിൽ വിശദീകരിക്കുന്നത്. നന്ദി പറയുന്നു.
പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. ഇനിയും പ്രാർത്ഥനയുടെ വിശദീകരണങ്ങൾ തീർന്നിട്ടില്ല. നമ്മൾ അബ്രാഹത്തിലെത്തിയിട്ടുള്ളൂ. പ്രാർത്ഥന നമ്മൾ വിചാരിച്ച പോലെ ഒരു പ്രാർത്ഥനാ മഞ്ജരി എന്ന പുസ്തകം ഏറ്റുപറയുന്നതല്ല എന്ന് അച്ഛൻ വിശദീകരിച്ചു. അടുത്ത എപ്പിസോഡുകൾ ശ്രദ്ധിക്കാനായിട്ട് എല്ലാവരും ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം.